الحمد لله الفتاح الجواد المعين على التفقه في الدين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمد صلى الله عليه وسلم. اللهم صل وسلم وبارك عليه. حسبي الله نعم الوكيل، نعم المولى ونعم النصير. لا حول ولا قوة إلا بالله العلي العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العلي العظيم. وقال نبينا وشفيعنا مصطفى محمد صلى الله عليه وسلم: المسلم من سلم المسلمون من لسانه ويده. صدق رسوله النبي المصطفى الأمين. റബ്ബിന് തഖ്വ ചെയ്യണേ മടിക്കാതെയോ, അതിനാ സുഹൃത്തെ നിന്നെയും സൃഷ്ടിച്ചത്. തഖ്വ ലിബാസുമാ വഹബന്നവർ പറയുന്നതായൊരു തത്വമാ. മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ, മുഹമ്മദുൻ ശുക്റുഹു ഫർദുൻ അലൽ ഉമമി. ചൊല്ലി മൗലായ لم دائما أبدا للخلق كلهم. محمد زينة دنيا وبهجتها، محمد كشف الغمات والظلم. مولاي على حبيبك خير الخلق كلهم. واعلموا أمة سيدنا محمد صلى الله عليه وسلم. ഏറ്റവും അഭിമന്യനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഹബീബിന്റെ ജീവിതം അതിൽ എത്രത്തോളം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ
അത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ ജീവിതത്തെ ഇത്തിബാഅ് ചെയ്ത് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് വിരോധനങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ആദ്യം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ്. നിങ്ങളെ കയ്യിലൊക്കെ ഒരു കയ്യിലും ചായയും മറ്റേ കയ്യിൽ ബിസ്ക്കറ്റും ആണെങ്കിൽ കൂടിയും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി പോരാ, ചെറിയ ദിവസങ്ങൾ ഉറക്കട് പറഞ്ഞാൽ മതി, അപ്പൊ അത് പരിഹരിക്കും. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, അങ്ങനെ വരട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ തങ്ങളോട് ആത്മാർത്ഥമായി എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറയാൻ പറ്റുന്നല്ലോ കയ്യോക്കട്ടെ. പൊക്കിയ ആൾക്കാർക്കൊക്കെ ഓർമ്മ വേണം ഈ ചോദ്യം, ലാസ്റ്റും ഞാൻ ചോദിക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്ക് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെന്ന് നാവിന്റെ ചലനമല്ലാതെ ഹൃദയത്തിന്റെ അടിഭാഗത്ത് നിന്ന് ഐ ലവ് യു യാ റസൂലല്ലാഹ്, എന്റെ പ്രേമം, എന്റെ ഇഷ്ടം, എന്റെ ആഗ്രഹം, എന്റെ അനുകമ്പ, എന്റെ താല്പര്യം, എന്റെ എല്ലാം മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയാൻ താല്പര്യരായ ആളുകൾ ഒന്നും കൂടി കൈപോക്കട്ടെ. അല്ലാഹു ആ രീതിയിൽ നമ്മളാക്കി തരട്ടെ. ഇതിനെ തടസ്സം നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്റെ മുഅ്മിനീങ്ങളെ, നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് മദീനയിലേക്ക് കൊണ്ടുപോകാനൊന്നും അറിയാനിട്ടല്ല, പക്ഷെ സമയം വല്ലാതെ അതിക്രമിച്ചു പോയിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 23 വർഷം കൊണ്ട് ഹബീബിന്റെ ജീവിതത്തിലൂടെ വരച്ചു കാണിച്ചു തന്ന ഇസ്ലാമിന്റെ തത്വാധിഷ്ഠിത നിയമ സംഹിതകളെ ജീവിതത്തിലേക്ക് പകർത്തുവാനാണ് ഇതുപോലത്തെ ഓരോ റബീഉൽ അവ്വൽ നമ്മളിലേക്ക് ആഗതമായി വരുമ്പോഴും നാം ശ്രമിക്കേണ്ടത്. അതിന് തടസ്സം നിൽക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഉപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കുടുംബങ്ങളോ അയൽവാസിയോ സ്നേഹിതന്മാരോ ആര് തന്നെയാണെങ്കിലും അവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളിപ്പോ ഓരോരുത്തരും സമ്മതിച്ചതുപോലെ തന്നെ ഈ ലോകത്ത് വെച്ച് ഏറ്റവും എന്റെ മനസ്സിൽ സ്ഥാനം കൊടുത്തത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് പറയാൻ ആത്മാർത്ഥതയോട് സാധിക്കുന്നുണ്ട് എങ്കിൽ അവർ വിജയിച്ചവരാണ്. പരിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനം നോക്കൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറഞ്ഞാൽ قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. മുഅ്മിനേ, നിങ്ങൾ പറയുക നബിയേ, മുഅ്മിനീങ്ങളായ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഇൻകാന ആബാഉക്കും, അവരുടെ പിതാക്കന്മാരായാൽ, വഅബ്നാഉക്കും, അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ മക്കളായാൽ, വഇഖ്വാനുക്കും, അവരുടെ സഹോദരങ്ങളാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെങ്കിൽ, വഅസ്വാജുക്കും, അവരുടെ ഭാര്യമാരാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെങ്കിൽ, വഅശീറതുക്കും, അവരുടെ മറ്റു കുടുംബ ബന്ധുമിത്രാദികളാണ് അവരിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെങ്കിൽ, അല്ലെങ്കിൽ പകലുകൾ മുഴുവനും അവർ അധ്വാനിച്ചുണ്ടാക്കിയതായ സമ്പത്തിനോടാണ് അവർക്ക് മാനസികമായി താല്പര്യമെങ്കിൽ, ജീവിതോപാധികളായ മഈശത്ത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കച്ചവടം പോലത്തെ ബിസിനസ് മേഖലകളോടാണ് അവർക്ക് വല്ലാത്ത ഇഷ്ടമെങ്കിൽ, അവർക്ക് വല്ലാത്ത പ്രയാസമാണ് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഈ പറയപ്പെട്ട ആളുകളെക്കാൾ മേലെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രേമിക്കാൻ കഴിയണം. ആ ഹബീബാകണം നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ വികാരം. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകണം നമ്മുടെ ശരീരത്തിലൂടെ ഓടുന്ന ഓരോ രക്തധമനികളിലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകണം. അല്ലാതെ മറ്റുള്ള ഒരു സുഖാഡംബരങ്ങളോ കണ്ണിന് നയനാനന്ദകരമായ കാര്യങ്ങളോ ഭൗതികമായ ലദ്ദത്തുകളോ അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതാകാൻ പാടില്ല.
ഹബീബിനെക്കാൾ അവൻ കൂടുതൽ സ്നേഹിക്കുന്നത് അവന്റെ ഭാര്യയെയോ മക്കളെയോ മറ്റുള്ള അവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണോ? ഈ കൈവക്കിയത് വെറുതെ ആകും. കാരണം അവൻ ഈമാനില്ല. അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയാണ്, 3 കാര്യങ്ങളുള്ള മനുഷ്യന് യഥാർത്ഥത്തിൽ ഈമാനുള്ള മനുഷ്യൻ എന്ന് പറയാൻ പറ്റുമോ? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തരിക, 3 കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. തലാത്തും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളുടെ ജീവിതത്തിലുണ്ടോ എന്നാ അവർക്ക് ഈമാൻ ഉണ്ട്. ഏതൊക്കെയാ 3 കാര്യം? 1 അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാ. ഈ ലോകത്ത് എന്തെല്ലാം ചരാചര സാധനങ്ങളുണ്ടോ അതിനേക്കാൾ എല്ലാം മീതെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവന് പ്രിയപ്പെട്ടതായി മാറണം. അപ്പോഴാണ് അവന് ഈമാനുള്ളൂ. 3 കാര്യങ്ങളിൽ ആദ്യം എണ്ണിയത് തന്നെ അതാ, ഹബീബിനെ ഏറ്റവും പ്രിയപ്പെട്ടതാകുക. എന്താ ഹബീബിനെ ഏറ്റവും പ്രിയപ്പെട്ടതാകുക എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കാര്യത്തിലേക്ക് അങ്ങ് മുന്നിട്ടിറങ്ങുമ്പോ ഭൗതികമായ ഒരു കാര്യം അവിടെ തടസ്സം നിൽക്കുകയാണെങ്കിൽ ഏതിനെ തെരഞ്ഞെടുക്കുക എന്ന് നോക്കിയാൽ മതി. ഭൗതികമായ ഒരു കാര്യം, ഉഖ്റവിയായ ഒരു കാര്യം കൂടെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏതിനെ ഓൻ തെരഞ്ഞെടുക്കും? ആഖിറത്തിലേക്കുള്ള വഴി ഓൻ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഓ രക്ഷപ്പെട്ട്. അല്ല, ഓൻ ദുനിയവിയായ മാർഗങ്ങളാണോ തെരഞ്ഞെടുക്കുന്നത്, അവൻ ഈമാനില്ല എന്ന് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഏറ്റവും വലിയ നമ്മുടെ ആഗ്രഹം, ഏറ്റവും വലിയ നമ്മുടെ സ്നേഹം, ഏറ്റവും വലിയ നമ്മുടെ താല്പര്യമെല്ലാം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടായിരിക്കണം. ആ ഹബീബിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ സ്നേഹം ഹബീബിനോട് കാണിക്കണമെന്ന് പറഞ്ഞത് എന്തെന്നറിയോ? നമ്മുടെയൊക്കെ പിതാവ് അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് തന്നെ ഈ നബിയെ പൂജാതനാക്കാൻ വേണ്ടിയാണ്. നമ്മളെ പിതാവിനെ അല്ലാഹു പടച്ചത് തന്നെ ഹബീബിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. മഹാന്മാരായ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാനാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് സയ്യിദുന അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ ആദം നബിയുടെ തൗബ അല്ലാഹു സ്വീകരിച്ചത്. സ്വർഗത്തുനിന്ന് പുറത്താക്കി താഴോട്ട് വന്നപ്പോ ആ തൗബ സ്വീകരിക്കാൻ കാരണമായത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്തപ്പോഴാണ്. അത്രത്തോളം ഫളൽ അതിനുണ്ട്. നോക്കണേ നിങ്ങൾ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. തവസ്സുലാക്കി ദുആ ചെയ്തപ്പോ, യാ ആദം, അല്ലയോ ആദമേ, എന്റെ നബിയുടെ പേര് അങ്ങേക്ക് എവിടുന്നാണ് കിട്ടിയിട്ടുള്ളത്? എന്റെ ഏറ്റവും വലിയ ഇഷ്ടദാസനാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് അങ്ങ് എവിടുന്നാണ് മനസ്സിലാക്കിയത്? ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, യാ റബ്ബി لأنك لما خلقتني بيدك ونفخت في من روحك رفعت رأسي. അല്ലാഹുവേ, നീ എന്നെ സൃഷ്ടിച്ചതായ സമയത്ത് എന്റെ മേലിലേക്ക് നിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നിന്റെ റൂഹിൽ നിന്ന് ഊതിയതായ സമയത്ത് ഞാൻ എന്റെ കാഴ്ചയെ ആകാശ ലോകത്തിലേക്കൊന്ന് ഉയർത്തി നോക്കിയപ്പോ നിന്റെ അർശിന്റെ സമീപത്തു ഞാൻ കണ്ടു അല്ലാഹ് മക്തൂബൻ എഴുതപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ അർശുമ്മൽ ആലിംഗനം ചെയ്യപ്പെട്ടതായി ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അർശുമ്മൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, നിന്റെ നാമത്തിനോട് കൂടെ ഹബീബിന്റെ പേര് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ പേരിനോട് കൂടെ ചേർക്കണമെങ്കിൽ അവർക്ക് അത്രമേൽ കണ്ട സ്ഥാനം അങ്ങയുടെ ഭാഗത്തുണ്ടായത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെയാ ആ
ഹബീബിന്റെ പേര് വെച്ചുകൊണ്ട് ഞാൻ തവസ്സുലാക്കി ദുആ ചെയ്തതെന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞതെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ ആ ഹബീബിനെ അല്ലാഹുവിന്റെ ഭാഗത്ത് പോലും അത്രമാത്രം സ്നേഹം കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഹബീബല്ലയോ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായി മാറേണ്ടത്. ആ ഹബീബിനെ അല്ലയോ ഏറ്റവും വലിയ ലഹരിയായി നാം സ്വീകരിക്കേണ്ടത്. ആ ഹബീബിനെ അല്ലയോ ജീവിതത്തിലെ ഏറ്റവും വലിയ മാധുര്യമായി നാം അനുകരിക്കേണ്ടത്. ഭൗതികമായ സുഖാഡംബരങ്ങൾക്ക് പിന്നാലെ പോകുമ്പോ അള്ളാന്റെ ഹബീബിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാവുകയാണ്. അത് പറ്റോ സോദര? എന്തേ നിങ്ങളൊന്നും ചിന്തിക്കാത്തത്? ഹബീബായ തങ്ങളെ നമ്മളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. എന്തുകൊണ്ട്? നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പകരം നമ്മൾ നോക്കുന്നുണ്ടാവും, ഇല്ലേ? നമ്മളെ ഉമ്മനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. എന്തിനാണത്? ഉമ്മന്റെ അടുത്ത് നിന്ന് നമുക്ക് സ്വർഗം കിട്ടണം, ആ അനുകമ്പ നമുക്ക് കിട്ടണം. വാപ്പനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? സാമ്പത്തികമായ ലാഭമോ മറ്റോ നമുക്ക് ഉണ്ടാകണം. നമ്മളെ പിഞ്ചോമനെ പൈതങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? നാളെ ഒന്നും വയ്യാതെ നമ്മള് മൂലക്കാവുമ്പോ ഓലി നമ്മൾ നോക്കണം. അയൽവാസികളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? അവരെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉപകാരം കിട്ടണം. ഇങ്ങനെ തുടങ്ങി നോക്കിയാൽ അപ്പുറത്ത് നിന്നെങ്കിലും ഒരു പ്രത്യുപകാരമായി കിട്ടുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ ഒന്നും മോഹിക്കാതെ ഒന്നും താല്പര്യപ്പെടാതെ ഉമ്മത്തിനെ സ്നേഹിച്ചൊരു നേതാവുണ്ടെങ്കിൽ അത് മദീനയുടെ നായക മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. ജീവിതത്തിന്റെ സകലമായ ടൈമുകളിലും ഹബീബ് ആലോചിച്ചത് ഉമ്മത്തിനെയല്ലേ? നമ്മളെ കുറിച്ച് കൊണ്ടാണ് ഹബീബ് ഏറ്റവും കൂടുതൽ ആശങ്കപ്പെട്ടിട്ടുള്ളത്. ഹബീബ് ഏറ്റവും കൂടുതൽ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്തത് പാവപ്പെട്ട ഉമ്മത്തീങ്ങളായ നമ്മളെ രക്ഷപ്പെടുത്താനല്ലയോ? എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാ? ഹബീബിന് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്താണ് നമുക്ക് കൊടുക്കാനുള്ളത്? ശൂന്യമാണ്. ഒന്നും നമ്മുടെ കരങ്ങളിലില്ല. ഒന്നും ഹബീബിന് നമുക്ക് കൊടുക്കാനില്ല. ഒന്നും താല്പര്യപ്പെടാതെ ഉമ്മത്തിനെ സ്നേഹിച്ച അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെല്ലയോ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഹബീബിന്റെ ജീവിതം നമുക്ക് ഖൈർ തന്നെയാ, ഹബീബിന്റെ മരണവും നമുക്ക് ഖൈർ തന്നെയാ. അങ്ങനെ ഒരു നേതാവിനെ അല്ലാഹു നമുക്ക് മുന്നിലേക്ക് ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ ഏത് സമയത്തും ഹബീബ് നമ്മളെ മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എന്റെ ഉമ്മത്തിന് അതിലൂടെ എന്ത് കൊടുക്കാനുണ്ട്? എന്റെ ഉമ്മത്തിനെ എങ്ങനെ ആഖിറത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും? എങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും? തറുത്തപ്പഴം അള്ളാന്റെ ഹബീബ് പരിഗണിച്ചത് ഉമ്മത്തിനെയാണ്. എന്തിനേറെ പറയണോ? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിൽ വന്ന് ചോദിച്ചില്ലയോ, തങ്ങളെ അങ്ങേക്ക് സമ്മതമാണെങ്കിൽ ഞാൻ റൂഹിനെ പിടിക്കാം, അല്ലെങ്കിൽ അങ്ങക്ക് ഇവിടെ ജീവിക്കാം. ഹബീബ് ഏറ്റവും വലിയ കൂട്ടുകാരനായ റബ്ബിനെ തിരഞ്ഞെടുത്തുകൊണ്ട് എന്റെ ഖാലിഖായ റബ്ബിന്റെ അരികിലേക്ക് കടന്നു പോകുന്ന സകറാത്തിന്റെ സമയത്ത് പോലും പറഞ്ഞത് ഉമ്മത്തി യാ ഉമ്മത്തി. ഇങ്ങനത്തെ ഒരു നേതാവിനെ എവിടെ കിട്ടുക? മരിക്കണ സമയത്ത് വിളിക്കുക. നമ്മളെ വിളിക്കുകയാ, നമ്മളെ ആലോചിച്ചുകൊണ്ട് കരയുകയാ. ഹബീബിനോട് അല്ലാഹ് പറഞ്ഞു, എത്ര വേണമെങ്കിലും നിങ്ങൾ ദുആ ചെയ്യൂ, ഇഷ്ടമുള്ള ദുആക്ക് നിങ്ങൾക്ക് ഉത്തരം തരാം. ഹബീബ് തിരഞ്ഞെടുത്തത് എന്താ? നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാനുള്ള അവസരം. ഈ നേതാവിനെ എവിടുന്ന് കിട്ടും? ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നതായ പണത്തെ കൊള്ളടിക്കാൻ വേണ്ടി പൗഡർ ഇട്ട് നമുക്ക് മുന്നിലേക്ക് വരുന്ന രാഷ്ട്രീയ കോമാളിമാരെ അല്ലാതെ ഇതുപോലെ ആത്മാർത്ഥമായ ഒരു സമുദായത്തിനെ, ഒരു കൂട്ടം ആളുകളെ സ്നേഹിക്കുന്ന ആള് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഈ ലോകത്ത് പരതി നോക്കിയാൽ നമുക്ക് കിട്ടാൻ കഴിയില്ല. ഇന്ന് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. എന്നാൽ നമ്മളെ
എന്റെയും നിങ്ങളുടെയും നായകൻ അങ്ങനെയല്ല. അല്ലാഹു നുബൂവത്ത് കൊടുത്ത് അനുഗ്രഹിച്ച അന്ന് മുതൽ സക്കറാത്തിന്റെ സമയത്ത് പോലും അല്ലാഹുവേ എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണമെന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത ഉമ്മത്തിന് ഒരു നേതാവുണ്ടെങ്കിൽ ആ നേതാവിന്റെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്നത്. ഇത് വെറുതെ പറയുകയല്ല. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലും ഒരു സദസ്സിലിരുന്നു കൊണ്ട് കുശലാന്വേഷണം പറയാണ്. വലിയ പ്രായമായപ്പോ തന്നെ റസൂലുള്ളാഹ് ഭാര്യന്റെ മടിയിൽ തല വെച്ചുകൊണ്ട് കിടന്നുറങ്ങാം. നിങ്ങളൊക്കെ ഈ അടുത്തെപ്പോഴെങ്കിലും ഭാര്യന്റെ മടിയിൽ തല വെച്ച് കിടന്നുറങ്ങിക്കോ? പെണ്ണുമ്പോൾ സംഭവിക്കണ്ടല്ലേ? നിങ്ങളും അങ്ങോട്ടാക്കി ഒരു സഹകരണം കൊടുത്താൽ ഒരു ഇങ്ങോട്ടും ഉണ്ടാവും. അങ്ങനല്ലേ? പാലട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്മമാരപ്പുറത്ത് ചിരിക്കുക. എന്നാ നാളൊന്ന് പോയി കിടന്നോക്കൊണ്ടോ, അടി കിട്ടി എന്നെ പറയരുത്. നിങ്ങളെ സ്വഭാവം എന്ന് വെച്ചാൽ അടി കിട്ടാത്ത കോലത്തിൽ നമ്മൾ ഓലോടോട് പെരുമാറിയാൽ മതി. ഈ ഹബീബിന്റെ സ്വഭാവം നമ്മളെ ജീവിതത്തിൽ അത് കൊണ്ടുവന്ന ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവൂല. അതാ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തല വെച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. കുശലാന്വേഷണം പറഞ്ഞുകൊണ്ട് സന്തോഷം പങ്കിടുന്ന സമയത്ത് ആയിഷ ബീവി പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് നല്ലതാണെന്ന് എനിക്ക് തോന്നിയപ്പോ, അതാ പറഞ്ഞ മൂഡ് കറക്റ്റ് ആവണം തമ്മിലെ ഭർത്താവിന്റെ ആ ഹാല് അവസ്ഥ അത് നോക്കിയിട്ട് പെരുമാറുക. അതേപോലെ തന്നെ ഭാര്യനോടാണെങ്കിലും അവസ്ഥകൾ നോക്കി പെരുമാറണം. അവര് വല്ലാതെ അങ്ങനെ പ്രഷറായി നിൽക്കുന്ന സമയത്ത് പോയിങ്ങാണ്ട് നമ്മളങ്ങോട്ട് പോയി കൊട്ടിക്കണ്ട, ചിലപ്പോ ചിരിച്ചിങ്ങോട്ട് എന്താവും അടിയൊക്കെ കിട്ടും. അപ്പൊ അത് അങ്ങനത്തെ അല്ല. ആയിഷ ബീവി പറയാ, സന്ദർഭം നോക്കി സ്വഭാവത്തിന്റെ സാഹചര്യങ്ങൾ നോക്കി ഇങ്ങനെ പെരുമാറാൻ നമ്മൾ പഠിക്കണം. അപ്പൊ ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്കൊന്ന് ഇങ്ങനെ നോക്കിയപ്പോ റസൂലിന് വല്ലാത്ത സന്തോഷമുള്ള ഒരു സമയമാണ്, മനസ്സിനൊരു പ്രയാസവും ഇല്ലാന്ന് മനസ്സിലായി. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തല വെച്ചുകൊണ്ട് കിടന്നുറങ്ങുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് ആവശ്യപ്പെടുകയാണ്, ഉദ്ഉല്ലാഹ ലീ യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തണേ, എനിക്ക് വേണ്ടി റബ്ബിലേക്കൊന്ന് ദുആ ചെയ്യണേ. അങ്ങ് ദുആ ചെയ്താൽ എൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും നബിയേ, അങ്ങൊന്ന് ദുആ ചെയ്യണേ എന്ന് ആവശ്യപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുവേ എന്റെ ആയിഷക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്, എന്റെ ആയിഷക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. മാ തഅഖറ മാ തഖദ്ദമ വമാ തഅഖറ, ആയിഷയുടെ ഭാഗത്ത് നിന്ന് മുൻകഴിഞ്ഞു പോയ എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അല്ലാഹ്. ഇനി വരാനിരിക്കുന്ന എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ റബ്ബേ എന്റെ ആയിഷക്ക് നീ മാപ്പ് നൽകണേ എന്ന് ഇരു കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഭർത്താവ് ഇങ്ങനെ മടി കിടന്ന് ഇങ്ങനെ ദുആ ചെയ്ത് കൊടുക്കല്ലേ, എല്ലാ ദോഷങ്ങളും പൊരുത്തപ്പെട്ട് തരണമെന്ന് ആയിഷ ബീവി അറിയാതെ ഒന്ന് പുഞ്ചിരിച്ചു. ചിരിയിൽ റസൂലുള്ള പങ്കിട്ടു. ചിരിയുടെ ആഘാതം കൂടി കുലുങ്ങാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ തല ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ നിന്ന് താഴോട്ടേക്ക് വീണു. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, യാ ആയിഷ മാ അസ്റത് വമാ അഅലൻത്, അവിടുന്ന് ചോദിക്കുകയാണ്, നിന്റെ രഹസ്യ പരസ്യമായ മുൻകഴിഞ്ഞ വരാനിരിക്കുന്ന സകലമാന ദോഷങ്ങളും പൊറുക്കപ്പെടാൻ വേണ്ടി ഞാൻ ദുആ ചെയ്തപ്പോ എന്തേ ആയിഷ നീ ഇങ്ങനെ കുലുങ്ങിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. നിനക്ക് വല്ലാതെ സന്തോഷമായോ? എന്തേ നീ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, നബിയേ അങ്ങയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ സമ്മാനമല്ലേ അങ്ങ് എനിക്ക് വേണ്ടി തന്നിട്ടുള്ളത്. ഇതിനേക്കാൾ എന്തു സമ്മാനമാണ് ഇനി എന്റെ ജീവിതത്തിൽ അങ്ങേക്ക് തരാൻ കഴിയുക? എനിക്ക് കിട്ടിയ അങ്ങയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഏറ്റവും വലിയ നിഅമത്താണ് അല്ലാഹ്. ഇന്ന്
റബ്ബിനോട് ചെയ്തതായ ഈ ദുആ എന്ന് പറഞ്ഞപ്പോ ആരംഭ നബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട്. ആ മറുപടിയാണ് നാം കേൾക്കേണ്ടത്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുന്ന ഈ ഒരു മാസമല്ലാതെ ഹബീബിനെ ആലോചിക്കാത്ത നമ്മള് ഹബീബിന്റെ പേരിലേക്ക് ആത്മാർത്ഥമായി കൊണ്ട് ആഖിറത്തിൽ രക്ഷപ്പെടണമെന്ന് മോഹിച്ചുകൊണ്ട് നാളെ എന്റെ നായകൻ വന്ന സിറാത്തുൽ പാലത്തിൽ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് മോഹിച്ചുകൊണ്ട് ഹബീബിനോട് കൂടെ സ്വർഗപ്രവേശനം ലഭിക്കണമെന്ന് പൂതി വെച്ചുകൊണ്ട് ഹബീബിന്റെ പേരിലേക്ക് ഒരു സ്വലാത്ത് പോലും ചൊല്ലാത്ത നമ്മളെ പോലുള്ള ഹതഭാഗ്യവാന്മാരായ ആളുകളാണ് ഈ മറുപടി കേൾക്കേണ്ടത്. ഹബീബ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാ, ആയിഷ വല്ലാഹി ഇന്നഹാ ലദുആഇ ലിഉമ്മതി. അതേ ആയിഷ, നിനക്ക് വേണ്ടി ഞാൻ ഈ ദുആ ചെയ്ത ഈ ദുആ തന്നെയാ എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നത്. ഫീ കുല്ലി ദുബരി സ്വലാ, എല്ലാ 5 വക്ത നിസ്കാരത്തിന്റെ ശേഷവും ഹബീബ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ചൊല്ല് സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم. മുഅ്മിനേ, ഒരു ദിവസത്തിൽ 24 മണിക്കൂർ സമയം അല്ലാഹു നമുക്ക് തന്നിട്ട് ആത്മാർത്ഥമായ ഹബീബിനെ ആലോചിക്കാനോ ഓർക്കാനോ ഹബീബ് പറഞ്ഞത് കേൾക്കാനോ സമയമില്ലാത്ത നമുക്ക് വേണ്ടിയാണ് 5 വഖത്ത് നമസ്കാരത്തിന്റെ ശേഷം വാനലോകത്തിലേക്ക് കൈകൾ ഉയർത്തി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തതെങ്കിൽ ആ ഹബീബിനെ അല്ലയോ നാം സ്നേഹിക്കേണ്ടത്, ആ ഹബീബിനെ കാണാനല്ലയോ താല്പര്യം കാണിക്കേണ്ടത്, അവിടെ അന്തിയുറങ്ങുന്ന മദീനയല്ലയോ ഏറ്റവും വലിയ നമ്മളെ സ്വപ്നമാക്കേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതെല്ലാം മാറി ഇന്ന് ഹബീബൊന്നും വേണ്ട, ഹബീബ് പറഞ്ഞത് വേണ്ട. ഇന്ന് കള്ളും കഞ്ചാവും പാമ്പരാഗും MDMഉം തുടങ്ങിയുള്ള ലഹരി, അതാണ് ഏറ്റവും വലിയവന്റെ സന്തോഷം. അല്ലെങ്കിൽ പെണ്ണ്, ഇത് രണ്ടും മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യമല്ല. ഹബീബിനെ ഇഷ്ടപ്പെടുന്ന, ഹബീബ് എന്റെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഞാനറിയാതെ എനിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച എന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേൾക്കാൻ മനസ്സ് നമ്മളെ കാണിച്ചിട്ടില്ലെങ്കിൽ എന്ത് സ്നേഹമാ സോദര ഹബീബിനോട് നമുക്കുള്ളത്. മഹാന്മാരായ ആളുകൾ പരിചയപ്പെടുത്തി തന്നതെന്തെന്നറിയോ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം ഓർമ്മപ്പെടുത്തട്ടെയോ? മഹാനറുകൾ 50,000 സ്വർണ്ണ ദീനാറുകളെ കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വലിയ പണക്കാരനാണ്. അബൂബക്കർ തങ്ങളെ പേര് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും അത് ദാരിദ്ര്യം പിടിച്ച ആളല്ലേ? അല്ല, ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ 50,000 സ്വർണ്ണ നാണയങ്ങളെ കൊണ്ട് കടന്നു വന്ന വലിയ പൈസക്കാരനാ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. പിന്നെ കൊടുത്തു, ഇസ്ലാമിന് വേണ്ടി അങ്ങ് കൊടുത്ത് ഹിജ്റ പോകാൻ നേരത്തത് 25,000 വെള്ളി നാണയങ്ങളായി ചുരുങ്ങുകയാണ്. ഹിജ്റ പോയപ്പോ പിന്നെ അതും കൂടി എല്ലാം ഇസ്ലാമിന് കൊടുത്തുകൊണ്ട് ഫഖീറായ അല്ലാഹുവിന്റെ ഹബീബിനെ പ്രേമിച്ച വ്യക്തിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം നമ്മൾ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കണം, നമ്മളാണ് കേൾക്കേണ്ടത്. കാരണം വാക്കുകൊണ്ട് നമുക്ക് ഹബീബിനെ സ്നേഹമുണ്ട്, പ്രവൃത്തി കൊണ്ട് നമുക്ക് ഹബീബിനെ സ്നേഹമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എങ്ങനെ മറ്റവനെ കൈ പിടിച്ചു പോവാ? എങ്ങനെ പോവാ? നോക്കി നിങ്ങൾ, ഹബീബ് പറയാ, അന്യ പുരുഷനെ നീ കാണരുത്, അന്യ പുരുഷനെ നോക്കരുത്, അന്യ പുരുഷനോട് മിണ്ടരുത്, അന്യ പുരുഷനുമായി ബന്ധം സ്ഥാപിക്കരുത്. ഹബീബിന് ഇഷ്ടമുള്ളവനാണെങ്കിൽ മെസ്സേജ് അയക്കാൻ നിൽക്കോ?
വാട്സാപ്പിൽ മെസ്സേജ് അയക്കോ, ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിൽ ഫോളോ ചെയ്യോ, ഫേസ്ബുക്കിലാണ് ലൈക്ക് അടിക്കോ, അങ്ങനെ തുടങ്ങി എല്ലാം ചെയ്യണ ആറാമല്ലേ. എന്നിട്ട് നമ്മൾ എന്താ പറയാ, اللهم ادخلنا الجنة مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. ആമീൻ. സ്വർഗത്തൊക്കെ കൊണ്ടെത്തിച്ചോണ്ട ആരപ്പരം നബിമാര്, അമ്പിയാക്കന്മാര്, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ എണ്ണിട്ടാണ്ട് തീരണില്ല. ഇവര് പോണ സ്വർഗത്തേക്ക് ഇനിയും കൊണ്ടോ പോവാൻ കഴിയൂലേ? ഇവര് ചെയ്ത പ്രവണത എന്താ? നമ്മൾ ഇന്നെന്ത് പ്രവണത കാട്ടണത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവര് റസൂലിനെ അനുകരിച്ചു, നമ്മൾ റസൂലിനെ ധിക്കരിക്കുന്നു. എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുക? യാ മൻ യുരീദു നജാതഹു യൗമൽ ഹിസാബി മിനൽ ജഹീബി വമൗഖിദിൻ നീറാനി اتبع رسول الله في الأقوال والأعمال لا تخرج عن القرآن. പോകാൻ ആഗ്രഹമുണ്ടോ? സിദ്ദീഖീങ്ങളോട് കൂടെ, സ്വാലിഹീങ്ങളോട് കൂടെ, ബദരീങ്ങളോട് കൂടെ, ഔലിയാക്കന്മാരോട് കൂടെ ആഖിറൻ രക്ഷപ്പെടണമെന്ന് പൂതിയുണ്ടോ? ഇത്ബഅ റസൂലല്ലാഹ്, ചെയ്യണം, ജീവിതത്തേക്ക് കൊണ്ടുവരണം. നമ്മൾ പറയുന്ന സംസാരം അത് ഹബീബിന് ഇഷ്ടപ്പെട്ട സംസാരമാകണം, ഹബീബിന് താല്പര്യമുള്ള സംസാരമാകണം. കളവ് പറയാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല. നമ്മൾ ഇന്ന് അതല്ലാതെ എന്താ പറയലേ? അങ്ങനെ ചിന്തിക്കേ. അയൽവാസിനെ കുറിച്ച് കുറ്റം പറയാ, കുടുംബങ്ങളെ കുറിച്ച് കുറ്റം പറയാ, നാട്ടുകൂടാരെ നടന്നുപോയ ഓനെ കുറിച്ച് കുറ്റം പറയാ. ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരാളെ എന്തെങ്കിലും വീഡിയോസ് ഇട്ടാ അതിനെ കുറിച്ചൊക്കെ നമ്മൾ വർത്താനം പറയാ. ഒരു കൂലുള്ള കാര്യം ഒരു ജീവിതത്തിൽ ഒരു ദിവസം നമ്മൾ ചെയ്യണില്ല. പക്ഷേ നമ്മളെ പഠിപ്പിച്ചരിക, യാ മൻ യുരീദു നജാതഹു യൗമൽ ഹിസാബി മിനൽ ജഹീമി വമൗഖിദിൻ നീറാൻ. രക്ഷപ്പെട്ടിട്ട് സ്വർഗത്തേക്ക് പോകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നബിയെ അനുകരിക്കുക, നബിനെ റോൾ മോഡലാക്കി മുന്നോട്ട് നടക്കുക, ആ റസൂലുള്ളാഹിന്റെ പിന്നിൽ നമ്മൾ നടക്കുക. ഫിൽ അഖ്വാലി വൽ അഅമാൽ, പ്രവർത്തനങ്ങളിലും വാക്കുകളിലും രണ്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടുന്ന് അങ്ങട്ടെ കാലത്തിന്റെ ചക്രം അവസാനിച്ചുകൊണ്ട് ലോകം തീരാൻ പോകുക. ശാസ്ത്രങ്ങള് നമ്മളെ കഥയാവുന്ന അടയാളങ്ങളൊക്കെ ശാസ്ത്രം മുഴുവൻ സമ്മതിച്ചില്ലേ? ഇനി വളരെ കുറഞ്ഞത് മാത്രമേ വരാളൂ. ഇപ്പൊ നന്നായില്ല, പിന്നെ എപ്പോഴാ നന്നാകുക? മുശ്രിക്കുകൾ ഓരോരുത്തും ഹബീബിന്റെ ചരിത്രങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോ, ഹബീബിന്റെ ജീവിതം ഇങ്ങനെ കാണുമ്പോൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ കടന്നു വന്നിരുന്നു. നമ്മളൊന്നുമില്ല, നമ്മൾക്ക് എന്നിട്ട് ആഗ്രഹമോ ഹബീബിന്റെ ഇപ്പൊ സ്വർഗത്തേക്ക് പോകാനും. അതുകൊണ്ട് പണിയെടുക്കണം. ആ സ്വർഗത്തിലെത്തിയ പിന്നെ നമുക്ക് പണിയില്ല. കിളക്കണ്ട പൂട്ടണ്ടാവയിൽ കൊള്ളേണ്ട നീ, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയേണ്ട. അവിടെ സുഖിക്കാം, അവിടെ കിളക്കേ പൂട്ടേ പണിയെടുക്കുക ഒന്നും വേണ്ട. ഇവിടെ നമ്മൾ പണിയെടുക്കാൻ തയ്യാറാവണം. പക്ഷെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഹബീബിനെ നമ്മൾ ഇത്തിബാ ചെയ്യണം. വാക്കുകളിലും പ്രവർത്തനങ്ങളിലും എന്തു പറഞ്ഞോ അത് അതേപടി നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ഒരിക്കൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു ദാരിദ്ര്യം പിടിച്ചൊരു ചങ്ങായി കടന്നു വന്നു. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നബിയേ, ഞാൻ വല്ലാതെ ദാരിദ്ര്യം പിടിച്ച മനുഷ്യനാണ്, എനിക്ക് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഈ ധരിച്ച വസ്ത്രമല്ലാതെ എന്റെ അടുത്ത് വേറെ വസ്ത്രമില്ല. എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണും കാണില്ല. 2-3 ദിവസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്, അതുകൊണ്ട് എനിക്ക് വല്ലാതെ വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കാനും അങ്ങ് തരണം. ആരെടുത്താ വന്ന് ചോദിക്കണത്? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹ്. പക്ഷെ ഹബീബിന്റെ അടുത്ത് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടേ? ഒന്നുമില്ല. നമ്മളെ വിരലൊക്കെ എന്താ ഒന്ന് നോക്കി എത്രത്തോളം ഉണ്ടാവും? നമ്മളെ പരമ്പരക്ക് കഴിയാനുള്ള സ്വത്ത് നമ്മളെ വിരലില്ലേ? എന്നിട്ട് നമ്മളെ പള്ളിക്ക് ചോദിച്ചാൽ, മദ്രസക്ക് വെച്ചാൽ, നബിന്ദിന് ചോദിച്ചാൽ എന്താ നമ്മൾ കൊടുക്കുക? നിങ്ങളെ കുറിച്ച് എനിക്കറിയില്ല, എന്റെ നാട്ടുകാരെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ വന്നിട്ടാകെ 2 മാസമായിട്ടുള്ളൂ. ഞാൻ അമ്മായിട്ടാണ് പറയാട്ടോ.
നമ്മളൊക്കെ ചിന്ത ആലോചിച്ച് നോക്കി, എത്ര ഉണ്ടെങ്കിലും ഇസ്ലാം ദീന് ശരിയായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഓരോ ഇറങ്ങി അല്ലേ? നേരെ മറിച്ചെങ്ങാണ്ട് ഒരു കളി, ഒരു ഗാനമേള എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കി അങ്ങനെ തുറക്കും അല്ലേ? എങ്ങനല്ലേ നമ്മളെ അവസ്ഥ? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെന്തെന്റെ ഒപ്പം കൂടാത്തെ? അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ വന്നാൽ എനിക്കൊരു ഷെയർ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറ്റ ടയേർഡാണ്. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ചാർജ് വിട്ടപ്പോ ഞാൻ ഓട്ടോമാറ്റിക്കലി എന്തായിക്കോളും, ചാർജ് ആയിക്കോളും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ മോനെ എന്തെങ്ങനെയൊക്കെ പറയുന്നത്, ഞാനൊരു നിങ്ങളെ മാറ്റി നാടകാക്കാനേ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മൈൻഡാക്കണ്ട. അപ്പൊ നോക്കി നിങ്ങള്, സയ്യിദുനാ അബൂബക്കർ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് ഒരു ഫഖീർ പറഞ്ഞു, നബിയേ എനിക്ക് വസ്ത്രമില്ല, വിശന്നിട്ടാണെങ്കിലോ വല്ലാത്ത പ്രയാസമുണ്ട്, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ വല്ലതും തരണം. ഈ വസ്ത്രമൊന്ന് മാറ്റി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എന്റെ മുഖമൊന്ന് കൊണ്ടുവെക്കാൻ എനിക്കൊരു വസ്ത്രം മാറാൻ ഒരു വസ്ത്രം തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോ കയ്യിലൊന്നുമില്ലാത്ത പാപ്പറായി നിൽക്കുന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മനുഷ്യനെ അബൂബക്കർ തങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. എന്റെ മോനെ, എന്റെ സ്നേഹിതനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് കടന്നു ചെന്നുകൊണ്ട്, ഞാൻ പറഞ്ഞയച്ചതാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ മതി, അത് അവിടെ നിന്ന് നിറവേറ്റുമെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഓടുകയാ ഇലാ ബൈതി അബീ ബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്തെത്തിയതായ ഫഖീർ അബൂബക്കർ തങ്ങളെ വാതിൽ മുട്ടിക്കൊണ്ട് തങ്ങൾ തുറന്നപ്പോ സലാം പറയുകയാണ്. സലാം പറഞ്ഞ ഉടനെ ചോദിച്ചു, നിങ്ങളാരാ? അവിടുന്ന് പറഞ്ഞു, ഞാൻ അള്ളാന്റെ ഹബീബിന്റെ വിരുന്നുകാരനാണ്, എന്നെ അള്ളാന്റെ റസൂൽ അങ്ങയുടെ സമീപത്തേക്ക് പറഞ്ഞയച്ചതാ, എന്തേ നിങ്ങളുടെ ആവശ്യമെന്ന് ചോദിച്ചപ്പോ ഇടറുന്ന ശബ്ദവുമായി അവിടുന്ന് അബൂബക്കർ തങ്ങളോട് പറയുകയാ, തങ്ങളെ 3-4 ദിവസമായി ഞാൻ എന്റെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. ഇനിയും ഞാൻ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ എന്റെ ജീവിതം നിലനിൽക്കാൻ തന്നെ വല്ലാത്ത പ്രയാസത്തിലാണ്. അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ വല്ലതും തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ വീടിന്റെ ഉള്ളിൽ കയറിക്കൊണ്ട് പരതി നോക്കുകയാണ്. ഇല്ല ഇല്ല, ഹബീബിന്റെ കൂട്ടുകാരന്റെ വീട്ടിലോ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ളൊരു സാധനങ്ങളും കിട്ടണില്ല. അവസാനം ഒരു കാരക്കയുടെ ചീള് കിട്ടി. ആ കാരക്ക ചീളുമായി ഫഖീറിന്റെ അടുത്തേക്ക് വന്ന് കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ഈ കാരക്കയുടെ ചീളല്ലാതെ എന്റെ വീട്ടിൽ മറ്റൊന്നും ഭക്ഷിക്കാനില്ല, അതുകൊണ്ട് ഇത് നിങ്ങൾ ഭക്ഷിക്കുമെന്ന് പറഞ്ഞ ഫഖീറിന്റെ കയ്യിൽ കൊടുത്തപ്പോ ഉടനടി അവിടുന്ന് വീണ്ടും പറയുകയാണ്, തങ്ങളെ എനിക്ക് വസ്ത്രവുമില്ല, ഈ ഒരൊറ്റ വസ്ത്രമല്ലാതെ എന്റെ അടുത്ത് മറ്റൊരു വസ്ത്രമില്ലെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീടിന്റെ ഉള്ളിൽ പോയി വസ്ത്രം തപ്പുകയാണ്. വസ്ത്രം തപ്പി നോക്കിയപ്പോഴും ഒന്നും കാണാനില്ല. അവസാനം വന്ന വിരുന്നുകാരനെ വീടിന്റെ ജനലിന്റെ ഭാഗത്ത് നിർത്തിക്കൊണ്ട് അബൂബക്കർ തങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ കയറി താൻ ധരിച്ചിരുന്നൊരു വസ്ത്രമുണ്ടായിരുന്നു. ആ വസ്ത്രം തന്റെ ശരീരത്തിൽ നിന്ന് അഴിച്ചുകൊണ്ട് ഫഖീറിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഫഖീർ ആ വസ്ത്രം കിട്ടിയ സന്തോഷത്തിൽ ഇലാ ഹദറത്ത് റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ അരികിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് പറയുകയാ, നബിയേ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കഴിക്കാൻ കാരക്ക കിട്ടി, എനിക്ക് ധരിക്കാൻ ഒരു വസ്ത്രം കിട്ടി എന്ന സന്തോഷം പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. സമയം അങ്ങനെ കടന്നുപോയി. ളുഹർ ബാങ്കിന്റെ സമയം എത്തിയപ്പോ മഹാനാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. തങ്ങളാണെങ്കിലോ എല്ലാ ദിവസവും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്തുന്ന വലിയ മനുഷ്യനാണ്. അന്ന് ബാങ്ക് കൊടുക്കുന്ന നേരമായിട്ടോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിഷമമായി.
ആ ബിലാൽ തങ്ങൾ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, തങ്ങളെ ബാങ്ക് വിളിക്കാൻ സമയമായി, ഞാനൊന്ന് ബാങ്ക് വിളിക്കട്ടെയോ? തങ്ങൾ പറഞ്ഞു ബാങ്ക് വിളിക്കാൻ. ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു. സമയം കഴിഞ്ഞു, ഇമാമത്തിന്റെ ടൈമായി. അബൂബക്കർ തങ്ങളെ കാണുന്നില്ല. റസൂലിന്റെ ഹൃദയം ഇങ്ങനെ പിടക്കാൻ തുടങ്ങി. ഇഖാമത്ത് കൊടുത്തു. ളുഹർ നമസ്കാരം കഴിഞ്ഞു. എന്റെ ഖലീലായ, എന്റെ ഇഷ്ടദാസനായ, എന്റെ മെഹബൂബായ അബൂബക്കർ ഇബ്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാത്ത വിഷമത്തിൽ ഹബീബിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊലിക്കാൻ തുടങ്ങി. എന്റെ അബൂബക്കർ എവിടെ? അവിടെ കൂടിയതായ സഹാബത്ത് പറഞ്ഞു, നബിയേ അങ്ങ് വിഷമിക്കരുത്, അങ്ങ് സങ്കടപ്പെടരുത്, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയതായിരിക്കാം നബിയേ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി അല്ലാഹുവിന്റെ ഹബീബിനെ. സമയം അങ്ങനെ കഴിഞ്ഞുപോയി. അസ്ർ നിസ്കാരത്തിന്റെ സമയമായപ്പോഴും മധുരമൂറുന്ന ബിലാൽ റളിയല്ലാഹുവിന്റെ ശബ്ദത്തോടുകൂടി അസ്ർ ബാങ്കിന്റെ ധ്വനികൾ ഇങ്ങനെ വാനലോകത്ത് പാറിപ്പറക്കുമ്പോഴും ഹബീബിന്റെ ഹൃദയം ഇങ്ങനെ വേദന കൊണ്ട് പുളകിതമാവുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാത്ത സങ്കടത്തില് അസ്ർ നിസ്കാരത്തിന്റെ സമയമായി. അസ്ർ നിസ്കാരത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. റസൂലുള്ളാഹി തങ്ങള് നമസ്കാരം കഴിഞ്ഞ് ബിലാൽ തങ്ങളോട് പറയുകയാ, ബിലാലേ എന്റെ സിദ്ദീഖിനെ കാണാതെ എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വാ. എന്റെ കൂട്ടുകാർ, എന്റെ ഹബീബ് അബൂബക്കറിന് എന്താണ് പറ്റിയതെന്ന് അന്വേഷിക്കാൻ വേണ്ടി ബിലാൽ തങ്ങളെ പറഞ്ഞേക്കുമ്പോ ബിലാൽ തങ്ങൾ ഓടി പോവുകയാണ്. അബൂബക്കർ തങ്ങളെ വീട്ടിലേക്ക് പോയി നോക്കി. വീട്ടിൽ നിന്ന് അബൂബക്കർ തങ്ങളെ വിളിച്ചപ്പോ തങ്ങൾ വിതുമ്പുന്ന ശബ്ദവുമായി ബിലാൽ തങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ്. സലാം പറഞ്ഞ ഉടനെ അബൂബക്കർ തങ്ങൾ ചോദിച്ചു, ബിലാലേ എന്റെ നേതാവിന്റെ വിശേഷം എന്താണ്? എന്റെ ഹബീബിന്റെ വിശേഷം എന്താ? ഹബീബിനെ കാണാതെ ഇത്ര സമയം ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചു കൂട്ടിയിട്ടില്ല. എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്, വല്ലാത്ത സങ്കടമുണ്ട്. അതുകൊണ്ട് ഹബീബിന്റെ വർത്തമാനം പറയണേ എന്ന് പറഞ്ഞപ്പോ ബിലാൽ തങ്ങൾ അബൂബക്കർ തങ്ങളോട് പറയുകയാണ്, തങ്ങളെ ഇതേ വിഷമത്തിൽ തന്നെയാണ് നിമിതങ്ങളും ഇന്നിരിക്കുന്നത്. അങ്ങേ കാണാത്ത സങ്കടത്തിലാണ്, അങ്ങേ കാണാത്ത വിഷമത്തില. എന്റെ അങ്ങ് ളുഹറിനും അസ്റിനും ജമാഅത്തിന് പങ്കെടുക്കാത്തതെന്ന് പറഞ്ഞപ്പോ മഹാനാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് മറുപടി കൊടുക്കുകയാ, ബിലാലേ ഇന്ന് രാവിലെ റസൂലുള്ളാഹി എന്റെ അടുത്തേക്ക് ഒരു അതിഥിയെ പറഞ്ഞയച്ചു. ഭക്ഷണമില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടിലുണ്ടായിരുന്ന കാരക്കയുടെ ഒരു ചീളെടുത്തുകൊണ്ട് ഞാൻ കൊടുത്തു. വസ്ത്രമില്ലെന്ന് പറഞ്ഞപ്പോ എന്റെ വീട്ടിലൊരു പുതപ്പിന്റെ കഷ്ണം പോലും ഇല്ല ബിലാലേ. പക്ഷേ എന്റെ അടുത്തേക്ക് ഈ വിരുന്നുകാരനെ പറഞ്ഞയച്ചതാരാ? എന്റെ അടുത്തേക്ക് ഈ വിരുന്നുകാരനെ അയച്ചതാരാ? എന്ത് പ്രത്യാശയോടുകൂടെയാണ് ആ വിരുന്നുകാരൻ എന്റെ അരികിലേക്ക് വന്നത്? എന്റെ നേതാവ്, എന്റെ ഖൽബിലെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലയോ? ഇങ്ങനെ ബിലാലേ ഹബീബ് പറഞ്ഞയച്ചതായ വിരുന്നുകാരൻ ഞാൻ മറുപടി കൊടുക്കാതെ, വേണ്ടതായ പരിഹാരം ചെയ്യാതെ ഞാൻ പറഞ്ഞേക്കുകയെന്ന് പറഞ്ഞുകൊണ്ടോ വിതുമ്പുന്ന കണ്ണുകളുമായി ബിലാൽ തങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ അരികിലേക്ക് ഓടുകയാണ്. എന്നിട്ട് നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ അങ്ങയുടെ ഉറ്റ
സുഹൃത്ത് ചെയ്ത കാര്യം എന്തെന്നറിയോ? അങ്ങനെ രാവിലെ ഫഖീറായ മനുഷ്യനെ തങ്ങളരികിലേക്ക് പറഞ്ഞയച്ചപ്പോ ഭക്ഷണം ചോദിച്ചപ്പോ കാരൊക്കെ കൊടുത്തു, വസ്ത്രം ചോദിച്ചപ്പോ അവിടെ ഒരു വസ്ത്രവും കൊടുക്കാനില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾ ധരിച്ചതായ വസ്ത്രം അഴിച്ചുകൊണ്ട് ആ ഫഖീറിന് കൊടുത്ത് പ്രശ്നം പരിഹരിച്ചത്. പക്ഷേ ഇന്ന് ളുഹറിനും അസറിനും ജമാഅത്തിന് പങ്കെടുക്കാൻ പറ്റിയ വസ്ത്രം അങ്ങയുടെ സുഹൃത്തിന്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ജമാഅത്തിന് പങ്കെടുക്കാൻ പറ്റാതെ, അങ്ങയെ കാണാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ട് വീടിന്റെ കച്ചളങ്ങളിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, സ്വഹാബാ, എന്റെ അബൂബക്കറിന് ഒരു വസ്ത്രം കൊടുക്കാൻ നിങ്ങളുടെ ആരുടെ കയ്യിലാണുള്ളത്? എന്റെ അബൂബക്കറിന് ഒരു പുതപ്പ് പുതപ്പിക്കാൻ ആരുടെ കരങ്ങളിലാണെന്നുള്ളതെന്ന് വിഷത്വത്തോടെ ചോദിക്കുന്നത് കേട്ട് സ്വഹാബത്തോടുകയാ. ഓടി സ്വഹാബ അവരവരുടെ വീട്ടിലേക്ക് പോയി ഒരു കീറക്കഷ്ണമെങ്കിലും കിട്ടുമോ എന്ന് തപ്പി നോക്കുകയാണ്. ബീവിയായ ആയിഷ റളിയല്ലാഹു അൻഹാ പണ്ട് റസൂലുള്ളാഹി യുദ്ധത്തിൽ ഉപയോഗിച്ച ഒരു കീറിയതായ കറുത്ത കരിമ്പടം കൊണ്ടുവന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറയുന്നു, നബിയേ, റസൂലേ, നമ്മുടെ വീട്ടിലൊന്നുമില്ല, അങ്ങ് ധരിച്ചുപേക്ഷിച്ചതായ ഈ ഒരു പുതപ്പിന്റെ കഷ്ണം, ഈ ഒരു കരിമ്പടമല്ലാതെ അങ്ങയുടെ വീട്ടിൽ മറ്റൊന്നുമില്ലെന്ന് പറഞ്ഞ് അത് അബൂബക്കർ തങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഹബീബിന്റെ കയ്യിൽ കൊടുക്കുമ്പോ ബിലാൽ തങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് പറയുകയാ, ബിലാലേ, ഈ വസ്ത്രം എന്റെ സ്നേഹിതന്റെ അരികിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക, അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാ. എന്റെ മുമ്പിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കറുത്ത കരിമ്പടം പുതച്ചുകൊണ്ട് സ്നേഹവാചനമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് റസൂലുള്ളാഹിനെ കണ്ടപ്പോ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞ് ആലിംഗനം ചെയ്ത് ഹബീബായ അല്ലാഹു കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അൻത ഫിൽ ജന്ന യാ അബൂബക്കർ, അൻത ഫിൽ ജന്ന. അങ്ങ് സ്വർഗത്തിലാണ്, അങ്ങ് സ്വർഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇവിടെ എന്തുണ്ടായത്? ഹബീബിനെ ജീവനെ തുല്യം സ്നേഹിച്ചു. എനിക്കില്ലെങ്കിൽ വേണ്ട, ഹബീബിനുണ്ടായ മതി. വസ്ത്രം എനിക്ക് വേണ്ട, ഹബീബ് പറഞ്ഞയച്ചു. ഭക്ഷണം എനിക്ക് വേണ്ട, ഹബീബ് പറഞ്ഞയച്ചു. നോക്കി നിങ്ങൾ അവരെ സ്നേഹപ്പെടുത്തി നമ്മളെ സ്നേഹം എവിടെയുള്ളു? ആ ഹബീബിനെ നമുക്ക് കാണണ്ടേ? മരിച്ചതിന്റെ മുമ്പ് ഹബീബിനെ കാണണ്ടേ? നിങ്ങളെ നാളെ ഖബറിൽ ഇങ്ങനെ കിടക്കും, ആരുണ്ടാവില്ല നമുക്ക് കൂട്ടി, ആരുണ്ടാവും. ആ സമയത്ത് പരിചയമില്ലാത്ത മലക്കുകൾ വന്നിട്ട് ഹബീബിന്റെ ഫോട്ടോ കാണിച്ച് ചോദിക്കും, പറയാൻ കഴിയണ്ടേ എന്റെ നേതാവാണ്. ഇങ്ങനെ ഒതിച്ചിരുമ്പോ നമ്മളോടിങ്ങനെ ചോദിക്കും, മൻ റബ്ബുക വമൻ നബിയുക. പള്ളിക്കത്തെ ഉസ്താദ് ആരാണ് എന്റെ റബ്ബ്, ആരാണ് എന്റെ നബി എന്ന് ചോദിക്കുമ്പോ ഉത്തരം പറയണം കേട്ടോ, അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി. മറുപടി പറയണത് നമുക്ക് പറഞ്ഞിരുന്നുണ്ട്. പക്ഷേ ആരുടെ മണ്ണിന്റെ ആ ഇരുണ്ട അറക്കുള്ളിൽ അവസ്ഥ എന്താ നമുക്കറിയോ? നമുക്ക് ആ മറുപടി പറയാൻ കഴിയണ്ടേ? ആ ഫോട്ടോ ഇങ്ങനെ കാട്ടിട്ട് ഇതാരാന്ന് ചോദിക്കുമ്പോ അതെന്റെ സയ്യിദാണ്, എന്റെ നേതാവാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്
പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം മുഅ്മിനീങ്ങളെ. അതാകണം സ്നേഹം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഹബീബിനെ ഈ ലോകത്തിനോട് വിട പറയുന്നതിന് മുമ്പ് ഒന്ന് മനാമിലെ കാണാം. അല്ലാഹ് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബിനെ കാണാത്ത കണ്ണ് പടച്ചവനെ ഞങ്ങൾക്ക് നീ നൽകല്ല തമ്പുരാനെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ശുദ്ധമായ ഈ പുണ്യമാക്കപ്പെട്ട മജ്‌ലിസിലേക്ക് ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ മുന്നിലേക്കൊക്കെ ഒരു ബക്കറ്റ് വരുന്നുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ നല്ല ഒരു സംഭാവന അതിലേക്ക് നൽകി അനുഗ്രഹിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉസ്താദ് ഉദ്ഘാടനം ചെയ്യണം, അത് നിങ്ങളായിട്ട് ഉദ്ഘാടനം ചെയ്താൽ ഞാൻ ഒന്നും കൊടുത്തില്ല, നിങ്ങൾ തന്നാൽ. ഞാനിങ്ങനെ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയില്ലേ, ആ നിസ്കാരം കഴിഞ്ഞ് കുട്ടികളോട് നിങ്ങൾ മേലെ കയറിക്കോളി, ഞാൻ ഒരു പരിപാടിക്ക് പോകാൻ പറഞ്ഞു. മൂപ്പര് ഈ സംവിധാനം ഇതുകൊടുത്ത് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയതുകൊണ്ട് എങ്ങനെ ഇറങ്ങി പോകാം. പിന്നെ ഇവിടെ മഗ്‌രിബിന് ശേഷം പിന്നെ നേരം കണ്ടാന്ന് വിചാരിച്ച് ഏതായാലും അല്ലാഹു ഖൈറിലാക്കി തരട്ടെ. അവങ്ങളൊക്കെ നല്ല കൊടുക്കുക. ഹബീബിന്റെ മജ്‌ലിസ് നഷ്ടപ്പെടൂല. ആ ഹബീബിനെ നമുക്ക് കാണണം എന്നുള്ള കോലത്തിൽ തന്നെ കൊടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഹബീബിനെ നമുക്ക് കാണണ്ടേ? വേണ്ടേ? 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 നിങ്ങൾ നേരത്തെ പൊക്കിയ കയ്യിന്റെ പകുതി താന്നില്ലേ? നേരത്തെ പൊക്കിയ കയ്യിന്റെ പകുതി താന്നില്ലേ? ഇനി ബാക്കി കേൾക്കുക. അങ്ങനെ ഇത്ര വലിയ സ്നേഹം നമുക്ക് തന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മൾ സ്നേഹിച്ച സ്നേഹം നമ്മളെ കൊണ്ട് സ്നേഹിക്കാൻ കഴിയും. നമ്മൾ സ്നേഹിക്കും. അങ്ങനെ ആരെയാ സ്നേഹിക്കുക? അതേതെങ്കിലും കാമുകന്മാരെ. അതെ, ഡീപ്പായ സ്നേഹം, യഥാർത്ഥ സ്നേഹം അല്ലേ? പെറ്റ ഉമ്മ വേണ്ട, നോക്കിയ വാപ്പ വേണ്ട, സ്നേഹിച്ച സഹോദരൻ വേണ്ട, നോക്കിയ കുടുംബക്കാര് വേണ്ട, അയൽവാസികളോ വേണ്ട, ഒന്നും വേണ്ട. ആരാ വേണ്ടേ? ഒന്ന് കണ്ണടച്ച് കാണിച്ച അല്ലെങ്കിൽ ഒരു കിസ് നൽകിയ ഓ മതി അല്ലേ? അവിടെ ഒന്നും തടസ്സമില്ല. ആ സ്നേഹം കാണിക്കണം. ഉമ്മ വേണ്ടാത്ത, ഉപ്പ വേണ്ടാത്ത, സഹോദരൻ വേണ്ടാത്ത, കുടുംബം വേണ്ടാത്ത, അയൽവാസി വേണ്ടാത്ത, ബന്ധങ്ങൾ വേണ്ടാത്ത, ഒരു തടസ്സങ്ങളും മുമ്പിലില്ലാതെ മുത്തനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പ്രേമിക്കാൻ കഴിയണം. അത് മനസ്സിലായിട്ട് ഉറപ്പിക്കുക, എന്നിട്ട് അതിനും വേണ്ടി പ്രവർത്തിക്കുക. നമ്മൾ ഓരോ ചലനങ്ങളും ഹബീബിന് ഇഷ്ടപ്പെട്ടതാക്കി മാറ്റിയാൽ അതിന് കഴിയും. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, യാ മൻ യുരീദു നജാതഹു യൗമൽ ഹിസാബ് ബിമിനൽ ജഹീമി വമൗഖിദിൻ നിറാൻ. രക്ഷപ്പെടണമെന്നുണ്ടോ? ഇത്ബഅ റസൂലുള്ളാഹ്. ഹബീബിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാന്നല്ലാതെ ഒരു മാർഗവുമില്ല. ഇത് നമ്മൾ മാത്രമല്ല, എന്തിനേറെ പറയണം മുത്തുമുഅ്മിനീങ്ങളെ, നമ്മളെ കാണണം ഒരാൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഓനെ നമ്മൾ കാണാൻ പോവില്ലേ? നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഒരാള് നിങ്ങളെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞ നിങ്ങളോലെ കാണാൻ പോവില്ലേ? പോകൂലേ? പോകുമ്പോ വെറും കൈയോടെ നിങ്ങൾ പോകുമോ? എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകില്ലേ? ആ സഹോദരൻ ഒരു സ്നേഹ സമ്മാനായിട്ട്. നമ്മള് കുടുംബത്തിൽ, ആ കുടുംബം എന്നൊക്കെ പറഞ്ഞ അസറായിൽ വരുന്നവരേ ഉള്ളൂ. പിന്നെ 3-ന് ചോറുന്നാൻ അവനെ കാണും, പിന്നെ കാണാൻ 15-നാണ്, പിന്നെ ആണ്ടിന് വിളിച്ചാ വരും, ഇല്ലെങ്കിൽ പിന്നെ ആ വൈക്കേ കാണൂല. അത്രയുള്ള ബന്ധമുള്ളൂ. പക്ഷേ ആ ബന്ധത്തിന് നാം കൊടുക്കുന്ന വില എത്രയാ? ആ വിലയാണോ ജീവിതകാലം മുഴുവനും കൂടെ ഉണ്ടാകേണ്ട? ആഖിറത്തിൽ എത്തിയ പിന്നെ അവിടുന്ന് അങ്ങോട്ട് അറ്റമില്ലാത്ത ജീവിതത്തിൽ നമ്മളൊപ്പം പറക്കേണ്ടതാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ തങ്ങളെ നമ്മൾ കാണണ്ടേ, ആഗ്രഹിക്കണ്ടേ? എന്നാ നമ്മളെ കാണാൻ മുത്തുനബിക്ക് ഭയങ്കര പൂതിയാണ്. നമ്മളെ കുടുംബങ്ങൾ നമ്മളെ കാണാൻ ആഗ്രഹിച്ചാൽ നമ്മളെ പോകണമെന്നത് പോലെ തന്നെ ഹബീബിന് നമ്മളെ കാണാൻ ആഗ്രഹമുണ്ട്, പൂതിയുണ്ട്. ആ പൂതി നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം. അപ്പൊ ഹബീബ് വരുമ്പോ നമ്മൾ വിരുന്ന് കൊടുക്കണം, സൽക്കരിക്കണം. എന്താ സൽക്കാരം? അള്ളാന്റെ ഹബീബിനെ പിൻപറ്റി ജീവിക്കുക എന്നുള്ളത് തന്നെ. ഇതൊന്നും ഞാൻ പറയല്ല, പരിശുദ്ധരിൽ പരിശുദ്ധരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുക, സഹാബ, എനിക്ക് എന്റെ സഹോദരന്മാരെ കാണാൻ വല്ലാത്ത പൂതിയുണ്ട്, വല്ലാത്ത ആഗ്രഹം എന്റെ ജീവിതത്തിലുണ്ട്. എനിക്കവരെ കാണണം, എനിക്കവരെ കാണണമെന്ന് സഹാബത്തിനോട് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയെ, അവലൈസ നഹ്നു ഇഖ്വാനുക, ഞങ്ങൾ നിങ്ങളെ സഹോദരന്മാരല്ലേ നബിയെ? ഇനി ഞങ്ങളെ കൂടാതെ എന്നൊക്കെ ആരെയാ കാണേണ്ടത്? ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞൊരു മറുപടി ഉണ്ട്, അൻത
അസ്ഹാബി, നിങ്ങൾ എൻ്റെ സ്വഹാബാക്കളാണ്. വലാകിൻ ഇഖ്വാനി അല്ലദീന ആമനൂ ബി വലം യറൗനി. അല്ലാഹുവിന്റെ ഹബീബ് മറുപടി കൊടുത്തതാണ്. എന്താ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ സ്വഹാബാക്കളാണ്, എൻ്റെ സ്വഹബത്ത്, എൻ്റെ ഒപ്പം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് നിങ്ങൾ. എൻ്റെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ അല്ലദീന ആമനൂ ബി, എന്നെ കൊണ്ട് വിശ്വസിച്ച ആളുകളാണ്. പക്ഷേ വലം യറൗനി, അവരെന്നെ കണ്ടിട്ടില്ല, എന്നെ കാണാതെ എന്നെ വിശ്വസിച്ച മുഅ്മിനീങ്ങളായ ആളുകളാണ് എൻ്റെ സഹോദരന്മാർ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹബീബ് പറയാ, എന്നെ കാണാതെ എന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന എൻ്റെ സഹോദരന്മാരെ കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. എന്തേ കാരണം എന്നറിയോ? എന്തേ അതിനുള്ള കാരണമെന്നറിയുമോ? ജീവിതത്തിൽ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് അവർക്കാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ അവരെക്കാൾ മേലെ സ്നേഹത്തിന്റെ അത്യുന്നതയിലേക്ക് കയറി ചെല്ലാൻ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് കഴിയുമെന്നുള്ളതിന്റെ തെളിവാണ്. റസൂലുള്ളാഹി പറയുകയാ, എന്നെ കാണാതെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാണാതെ എന്നെ ആശിക്കുന്ന, എന്നെ കാണാതെ എന്നെ താല്പര്യപ്പെടുന്ന എൻ്റെ സഹോദരന്മാരെ കാണാൻ എനിക്ക് വല്ലാത്ത പൂതിയുണ്ട്, എനിക്ക് വല്ലാത്ത ആഗ്രഹം അതിനോടുണ്ട്. എന്തേ കാരണം? മിൻ അശദ്ദ ഉമ്മത്തി ലീ ഹുബ്ബാ, എൻ്റെ ഉമ്മത്തീങ്ങളിൽ വെച്ചുകൊണ്ട് എന്നോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് നാസുൻ യകൂനൂന ബഅദീ, എന്റെ കാലഘട്ടത്തിൽ എന്നോടൊപ്പം ജീവിക്കുന്ന നിങ്ങൾക്കല്ല, നാസുൻ ഒരു വിഭാഗം ആളുകളാണ്, യകൂനൂന ബഅദീ എന്റെ കാലശേഷമാണ് അവരിവിടെ പിറവി കൊള്ളുക. യവദ്ദു അഹദുഹും ലൗ റആനി ബിഅഖ്ലിഹി വമാൽ, അവരോരോരുത്തരും ആഗ്രഹിച്ചു പോവുകയാ ആ ഹബീബ് ജീവിച്ച കാലഘട്ടത്തിൽ, ഹബീബ് പിറന്നു വീണ ആ സാഹചര്യത്തിൽ ഒന്ന് പിറന്നു വീണിരുന്നുവെങ്കിൽ, ആ ഹബീബിനൊന്ന് നയനങ്ങൾ കൊണ്ട് കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് എന്നോടുള്ള ഇഷ്ടം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാ ആ മുഅ്മിനീങ്ങളാണ് എൻ്റെ സഹോദരങ്ങള്. അവരെയാണ് എനിക്ക് കാണേണ്ടതെന്ന് മഹാനാകുന്ന മുഹമ്മദ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ സ്നേഹം നമ്മൾ തിരിച്ച് റസൂലുള്ളാഹിക്ക് കൊടുക്കണം. ആ സ്നേഹം റസൂലുള്ളാഹിക്ക് നമ്മളെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഹബീബ് നമ്മളെ കാണാൻ വരുമ്പോ ഹബീബിനോട് കൊടുക്കാൻ ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ വലിയൊരു ഭാണ്ഡക്കെട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് തുറന്നു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതിനെന്താ ചെയ്തു തീർക്കേണ്ടത്? പുണ്യനബിയോട് ഇത്തിബാഅ് ചെയ്യുക. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത്ര വലിയ നേതാവിനെ ലോകത്ത് കാണാൻ കിട്ടൂല. അടിമകളോട് സ്നേഹം കാണിച്ച, ഉമ്മത്തിനോട് സ്നേഹം കാണിച്ച, കാണണമെന്നും അവരെപ്പരം ജീവിക്കണമെന്നും അവർക്ക് സ്നേഹം കൊടുക്കണമെന്നും ആഗ്രഹിച്ച ഒരു നേതാവുണ്ടെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ വേറുള്ളത്? ആരെയും കാണാൻ കഴിയില്ല. ഒരു പ്രവാചകന്മാരെയും കാണാൻ കഴിയില്ല. അതാത് ഉമ്മത്തിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ ചരിത്രം പഠിക്കും. ഹബീബിന്റെ അത്ര സ്നേഹം കാണിച്ച ആരാണെന്നൊന്ന് പറയൂ. കഴിയൂല. എന്നാൽ ഹബീബിനെ കുറിച്ച് പറയണമെങ്കിൽ ഹദീസുകളാകട്ടെ, ഖുർആനുകളാകട്ടെ, ചരിത്രങ്ങളാകട്ടെ തീരൂല. ഹബീബിന്റെ ചെരുപ്പിനെ കുറിച്ച് എഴുതിയ 7 കിതാബുകളുണ്ട്. ഹബീബ് ധരിച്ച ചെരുപ്പിനെ കുറിച്ച് പറയാൻ വേറെ ഒരു സബ്ജക്റ്റ് പോയില്ല. എന്നിട്ട് തീർന്നോ? വേറെ ഏത് നേതാവിൻ്റെതുള്ളത് ഇല്ല. ആ ഹബീബിനെ നമ്മൾ സ്നേഹിക്കണം. ഞാൻ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ തൊള്ളോണ്ട് പറയുന്ന സ്നേഹമില്ല.
റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ അഖ്വാലും അഫ്ആലും നബിക്ക് ഇഷ്ടപ്പെട്ടതാണ്. നമ്മൾ സംസാരിക്കുന്നുണ്ടോ അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടതാണ്. നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ ആ പ്രവർത്തനം റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതാ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം. നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നമ്മളെ ഭാര്യക്ക് ഇഷ്ടല്ലാത്ത നമ്മൾ ചെയ്യോ? നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന നമ്മളെ ഭർത്താവിന് ഇഷ്ടല്ലാത്ത അമ്മമാരെ നമ്മൾ ചെയ്യോ? ആലോചിച്ച് നോക്കി, ചെയ്യൂല. എന്തുകൊണ്ട്? ഓൽക്കെന്നോട് ദേഷ്യം വന്നാലോ? അപ്പൊ എന്താ ഈ കാര്യം നമ്മളെ ഹബീബിന്റെ വിഷയത്തിൽ നമ്മൾ കൊണ്ടുവരാത്തത്? ഞാൻ ഈ പ്രവൃത്തി ചെയ്യുമ്പോ ആരാരും രക്ഷിക്കാനില്ലാത്ത മഹ്ശറാവൻ സഭയിൽ നിൽക്കുമ്പോ, വളരെ നേർത്തതായ സിറാത്ത് പാലത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, ജഗതികന്താവിന്റെ റബ്ബിന്റെ മുമ്പിൽ ഹിസാബിന്റെ നേരത്ത് നിൽക്കുമ്പോ, നാളെ 6 അടി ഇരുണ്ട ഖബറിനുള്ളിലേക്ക് കൊണ്ടുവെക്കുമ്പോ ഒക്കെ നമ്മളെ രക്ഷപ്പെടുത്താനുള്ളത് ആരുള്ളൂ? മുഹമ്മദ് റസൂലുള്ളാഹ്. പക്ഷെ നമ്മൾ ചെയ്യണതോ ആ റസൂലുള്ളാഹിക്ക് നേരെ വിപരീതം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, നമ്മളെ റോൾ മോഡൽ എപ്പോഴും റസൂലുള്ളാഹ്. ചെറുപ്പക്കാരൊക്കെ ഉണ്ട് ഈ സദസ്സിൽ, അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, പെണ്ണോ കള്ളോ കഞ്ചാവോ MDMO ഒന്നുമല്ല ലഹരി. അതൊന്നല്ല ലഹരി. ആ ലഹരിയൊക്കെ നിമിഷ നേരം കൊണ്ട് തീരൂലേ? കൊടുത്താൽ തിരിച്ചിട്ടൊന്നും ഉറപ്പില്ല. അത്രയൊക്കെ വില ഉള്ളൂ. ഇപ്പൊ ഇന്നലെ സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടതെന്താ? നാദാപുരം ഭാഗത്ത് 2 മാസം മുമ്പേ സ്വന്തം പിതാവിന്റെ പേരിൽ കേസ് കൊടുക്കാൻ ഒരു മോള്. എന്തിനാ കേസ് കൊടുക്കുന്നത് എന്നറിയാം? എന്നെക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണല്ലോ, നിങ്ങൾക്കറിയാലോ. ആ പിതാവിന് ഒരു കയ്യുള്ളൂ, ഒറ്റ കയ്യുള്ളൂ. ഒരു കൈയുള്ളതായ പിതാവിനെതിരെ ആ മക്കളൊന്ന് ശ്രദ്ധിക്കണേ. ഞാൻ ഇങ്ങനെ ഫ്ലോ തെറ്റിപ്പോകും. ഞാൻ ഇങ്ങനെ പച്ചക്ക് പറയും, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എന്തായാലും എൻ്റെ സ്വഭാവം നന്നാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാരിക്കും. ഫ്ലോ നന്നാക്കി തരട്ടെ. അപ്പൊ ഒറ്റക്കയ്യനായ ഒരു പിതാവിന്റെ പേരിൽ കേസ് കൊടുക്കുക. മോള് എന്താ കേസ് എന്നറിയോ? എന്റെ വാപ്പനെ പീഡിപ്പിച്ചു. ചെറുപ്പം മുതല് ഒറ്റ കയ്യുമായി വെയിലത്തും മഴയത്തും പാടത്തും പറമ്പിലും കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൊറ്റി വളർത്തിയ പൊന്നുമോള് 18 വയസ്സായപ്പോ ആ പിതാവിനെതിരെ തിരിഞ്ഞു. കാട്ടിയ ആത്മാർത്ഥ സ്നേഹം എവിടെ? എന്തിനു വേണ്ടി? ഇന്നലകളിലൂടെ പരിചയപ്പെട്ടിയ കാമുകന്റെ കൂടെ ഇറങ്ങിപ്പോകാൻ എനിക്ക് തടസ്സം നിൽക്കുന്നത് എന്റെ പിതാവാണെന്ന് മനസ്സിലാക്കിയതിന്റെ പിന്നാലെയാണ് ഈ കേസ് കൊടുക്കുന്നത്. വിലങ്ങ് വെച്ച കൈകളുമായി, നടുങ്ങുന്ന ഹൃദയവുമായി, വിതുമ്പുന്ന കണ്ണുകളുമായി, ഇടറുന്ന കാലുകളുമായി പോലീസിന്റെ പിടിയിലായി പ്രിയപ്പെട്ട പിതാവിനെ നാട്ടുകാരുടെയും മഹല്ലത്തുകളുടെയും മുമ്പിലൂടെ വളരെ വിഷമത്തോടുകൂടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും വീടിന്റെ ഇടനാടികളിലൂടെ അപ്പുറത്തെ വഴിയിലൂടെ സ്വന്തം കാമുകനുമായി ഒളിച്ചോടിപ്പോയൊരു പെണ്ണ് അല്ലേ? ഇന്നലെ അതിന്റെ ക്ലാരിഫിക്കേഷൻ വീഡിയോ വന്നു, അത്ഭുതപ്പെടുത്തി. എന്താ വീഡിയോ? ഓനതിന്റെ ടേസ്റ്റ് ഒക്കെ മനസ്സിലാക്കിയപ്പോൾ ഓക്ക് മനസ്സിലായി, ഇവൻ സ്നേഹിച്ചു തന്നെയല്ല എന്റെ തൊലി നിറത്തിനെയാണ്. ഓൻ വിളിച്ചേർന്നു. അങ്ങനെ ആ പെണ്ണ് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പറയാം, എന്റെ പിതാവല്ല എന്നെ മാനഭംഗപ്പെടുത്തിയത്, ഞാൻ ഇവന്റെ ട്രാപ്പിൽ പെട്ടുപോയതാണ്. എന്റെ പിതാവ് കുറ്റവാളിയല്ല, അതുകൊണ്ട് തന്നെ അവരെ വിട്ടയക്കണമെന്ന് പോലീസിന്റെ മുമ്പിൽ നിന്ന് കരയുന്നൊരു വീഡിയോ ഇന്നലകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മുമ്പിനെ ആരോടാ നമ്മൾ സ്നേഹം കാണിക്കുന്നത്? നമ്മൾ പറ്റും കൂടുതൽ കൊടുക്കുന്ന സ്നേഹം മക്കളോടല്ലേ? ഇതാണ് ഇന്നത്തെ ലോകം. ഈ മക്കളെ നമുക്ക് കിട്ടുന്ന എന്തുറപ്പുള്ളത്? എന്തുറപ്പാ നമുക്കുള്ളത്? ഒരു ഉറപ്പില്ല. നമ്മൾ കാണിക്കുന്ന അനുകമ്പയും സ്നേഹവും താല്പര്യമൊന്നും നമ്മളോട് തിരിച്ചു കാണിക്കണില്ലാന്ന്. ആ മക്കൾക്ക് വേണ്ടി നമ്മളെ ജീവിതം നമ്മൾ മാറ്റിവെക്കുകയാണോ? അല്ലെങ്കിൽ സദാസമയവും നമുക്ക് വേണ്ടി നമ്മെ ആലോചിച്ച് കരഞ്ഞ, നാളെ ആഖിറത്തിലും നമുക്ക് രക്ഷകനായി കടന്നു വരുന്ന, ഉമ്മത്തിന് വേണ്ടി മാത്രം ജീവിച്ച സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണോ നമ്മൾ സ്നേഹിക്കേണ്ടത്? നിങ്ങൾ പറയും, അതാണോ നമ്മളെ ലഹരി? ഇനിയിപ്പോ ലഹരിന്റെ ഞാൻ പറയില്ല, ഈ സ്നേഹം രണ്ടെണ്ണത്തിന്റെ പിന്നാലെയാണ്. ഒന്ന് പെണ്ണ്, മറ്റൊന്ന് ലഹരി. ലഹരിന്റെ കാര്യം എന്താ? റസൂലുള്ള പറയാ, ലഹരി നിങ്ങൾ ഉപയോഗിക്കരുത് കേട്ടോ, കാരണം പിശാചിന്റെ കണിയാണ് കേട്ടോ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എല്ലാം ഫസാദാക്കൂട്ടോ എന്ന് റസൂലുള്ള പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ, ഹബീബിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ ആ പണി എടുക്കോ? അത് എടുത്താൽ തന്നെ എന്താ കിട്ടാൻ പോണേ നിങ്ങൾക്ക് അറിയോ? ഇവിടുന്ന് ഇപ്പൊ NDM ഇങ്ങനെ അടിച്ചു പോസായ എന്താ ഇപ്പൊ കിട്ടുക? ഒരു 2 മിനിറ്റ് നേരത്തെ ഒരു ഒരു സുഖം അല്ലേ? അല്ലേ? നിങ്ങൾ ഉപയോഗിക്കാത്തോണ്ട് അറിയില്ലല്ലോ അല്ലേ? എന്നാ ഞാൻ ഉപയോഗിക്കുന്നോണ്ട് എനിക്കറിയാം എന്താ കിട്ടുക. നിങ്ങൾ കൊണ്ടിട്ടില്ലല്ലോ. ഞാനിതൊക്കെ ഉപയോഗിച്ചിട്ടായി പറയുന്നത്. ഇതിനേക്കാൾ കൂടുതൽ അതിന്റെ ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറിയില്ലേ? ഉപയോഗിച്ച എന്താ കിട്ടുക? എന്താ കിട്ടുക ഹബീബിങ്ങളെ? നിങ്ങൾ പറയും. ഒരു ഉസ്താദെ ആ സുഖം പറയാൻ പറ്റൂല, പിന്നെ എങ്ങനെയാ പറയാ? അതല്ല ഇപ്പൊ ചുരുക്കം എന്നാ പറയണ്ട. നിങ്ങൾക്ക് സംഗതി മനസ്സിലായില്ലേ? ആ സുഖം കിട്ടാൻ പോകുന്നതെങ്കിൽ ഈ സുഖം ഇവിടെ അനുഭവിച്ച ആളുകൾക്ക് ആഖിറത്തിൽ കിട്ടാൻ ഒരു സാധനം ഉണ്ട്. ഇതുക്കും വലിയ സുഖം എന്താണെന്നറിയോ നിങ്ങൾക്ക്? മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരികിലേക്ക് ഒരു പറ്റം ആളുകൾ വന്നുകൊണ്ട് എന്തോ ഒരു പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി റസൂലുള്ളാഹി തങ്ങളോട്. എന്നിട്ട് ചോദിച്ചു, നബിയെ ഈ പാനീയം കുടിക്കുന്നതിന് വല്ല തെറ്റുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നബി അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു, ആ സാധനം മസ്ത് ഉണ്ടാക്കോ? ആ സാധനം മസ്ത് ഉണ്ടാക്കോ? അതെ നബിയെ, മസ്ത് ഉണ്ടാക്കും. എന്നാൽ കുല്ലു മുസ്കിരിൻ ഹറാം, മസ്ത് ഉണ്ടാക്കുന്ന ഏത് സാധനങ്ങൾ ഉപയോഗിക്കലും ഹറാമ് തന്നെയാണ്. ആ ഹറാമായ സാധനം ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ സഖല്ലാഹു യൗമൽ ഖിയാമത്തി മിൻ ഖീനത്തിൽ ഖബാൽ. ഖീനത്തുൽ ഖബാൽ എന്ന പാനീയം നാളെ നരകത്തിൽ നിന്ന് അവനെ കുടിപ്പിക്കപ്പെടും. ഈ ടേസ്റ്റ് ഇവിടെ അനുഭവിച്ച ആളുകൾക്ക്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, വമാ ഖീനത്തുൽ ഖബാൽ, എന്താണ് നബിയെ ഖീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ? ആ സമയത്ത് മുത്തുനബി പറയുകയാണ്, അറഖു അഹ്ലിന്നാർ, നരകത്തിന്റെ ആളുകളുടെ ഗുഹ്യഭാഗത്ത് നിന്ന് ഒലിക്കുന്ന ഒരു തരം വിയർപ്പ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? നരകത്തിന്റെ ആളുകളുടെ ഗുഹ്യഭാഗത്ത് നിന്ന് ഒലിക്കുന്നതായ ഒരു തരം വിയർപ്പിനെ ഇവിടെ നിന്ന് ലഹരി ടേസ്റ്റ് ചെയ്ത് നോക്കിയ ആളുകൾക്ക് അല്ലാഹു കുടിപ്പിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇതിനോടാണോ നമ്മൾ ലഹരി വെക്കേണ്ടത്? ഇതിനെയാണോ നമ്മൾ സ്നേഹിക്കേണ്ടത്? ഇതൊന്നുമല്ല സ്നേഹം. ഇതിനോടൊന്നും അല്ല നമ്മളെ താല്പര്യം. നമ്മളെ താല്പര്യം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാകണം. കാരണം മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് ഹബീബ് തന്നെയാ. പരിശുദ്ധമായ സൂറത്തു തൗബയിലെ 127-ാമത്തെ ആയത്തിൽ പരിചയപ്പെടുത്തുന്നതാണ്, അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങളാണ് പരിചയപ്പെടുത്തി തരുന്നത്. അവിടുന്ന് പറയുകയാ, അസീസുൻ അലൈക്കും വഅസീസുൻ അലൈഹി മാ അനിത്തും ഹരീസ്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ തങ്ങൾക്ക് വല്ലാത്ത പ്രയാസമാ, നമ്മുടെ സങ്കടങ്ങളൊക്കെ തങ്ങൾക്ക് വല്ലാത്ത സങ്കടമാ. നമ്മളെല്ലാ ലോകത്തിലും സന്തുഷ്ടരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നബിയാ. ഹരീസുൻ അലൈക്കും, രണ്ട് ലോകത്തിലും നിങ്ങൾ രക്ഷപ്പെടണമെന്ന് അലച്ച വെക്കുന്നവരായ ഒരു നേതാവാ. റഊഫുർ റഹീം. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ വിശേഷണങ്ങളായ റഊഫായ റഹീമായ ആ രണ്ട് വിശേഷണങ്ങൾക്കും സുദീർഘമായ രീതിയിൽ ഉടമയായ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ നബിയെയാണ് മുഅ്മിനീങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ടത്. പരിശുദ്ധമായ
സൂറത്തുൽ ദുഹ ലോകത്തിലേക്ക് അധ്യാപനം നടത്തുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്നേഹിച്ചത് നമ്മളെ ഒന്നുകൂടി തെളിയിച്ചു തരികയാ. മക്ക മുശ്രിക്കീങ്ങളായ ആളുകളുടെ കൊടും ക്രൂരതയ്ക്ക് മുമ്പിൽ ഹബീബ് വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, ടെൻഷൻ അടിച്ചുകൊണ്ട് ഹബീബിന്റെ ജീവിതത്തിൽ മനോവിഷമം നേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിന്റെ ഭാഗത്തു നിന്ന് വല്ലുഹ സൂറത്തുമായി കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഓതിക്കൊടുക്കുകയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലുഹ സമയത്തെ തന്നെയാണ് സത്യം, പ്രഭാത സമയത്തിന് തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, രാത്രിയെ തന്നെയാണ് സത്യം. ആ രാത്രിയിലുള്ളതായി മാറുമ്പോ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നബിയെ അങ്ങ് സങ്കടപ്പെടേണ്ട. അങ്ങോട്ട് നബിയെ അങ്ങോട്ട് അല്ലാഹുവിന് യാതൊരു വിധത്തിലുള്ള വിഷമങ്ങളുമില്ല. അങ്ങയോട് അല്ലാഹു മുഖം കറുപ്പിച്ച് നോക്കിയിട്ടില്ല. മാ വദ്ദഅക, ഇല്ല നബിയെ അങ്ങേ അല്ലാഹു ഒഴിവാക്കിയിട്ടില്ല. വമാ ഖലാ, അങ്ങയോട് അല്ലാഹു മുഖം കറുപ്പിച്ചിട്ടില്ല. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. നബിയേ ഇവിടെ എന്ത് പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലോ, ഏത് മുശ്രിക്കീങ്ങളായ ആളുകൾ അങ്ങയെ പരാജയപ്പെടുത്തിയാലോ, ഏത് മുശ്രിക്കീങ്ങളായ, ഏത് കൊടും ശത്രുക്കളായ, ഏത് വൈകാര ബുദ്ധിയുള്ള ആളുകൾ അങ്ങയുടെ അരികിലേക്ക് പ്രയാസങ്ങൾ കൊണ്ടുവന്നാലോ സങ്കടപ്പെടേണ്ട നബിയേ. വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ും ഖൈറായ ആഖിറ ലോകം നബിയെ അങ്ങേക്ക് വരാനുണ്ട്. ആഖിറം വരാനുണ്ട് നബിയെ. ഈ ദുനിയാവിനേക്കാൾ ഏറ്റവും വലിയ സന്തോഷം അവിടെയാ. വലസൗഫ യുഅതീക റബ്ബുക ഫത്തറുല്ലാഹ്. ഈ ദുനിയാവിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകാത്ത പല കാര്യങ്ങളും അല്ലാഹു ആഖിറത്തിൽ നിങ്ങൾക്ക് നൽകും. ഇവിടെ അല്ലാഹു നിങ്ങൾക്ക് നൽകാത്ത പല സന്തോഷങ്ങളോ അല്ലാഹു ആഖിറത്തിൽ നിങ്ങൾക്ക് നൽകും. ഇവിടെ അല്ലാഹു നിങ്ങൾക്ക് നൽകാത്ത പല വിധേനയുള്ള നിഅമത്തുകളോ ആഖിറത്തിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകും നബിയേ. ഫത്തറുല്ലാഹ്, അത് കിട്ടണ സമയത്ത് അങ്ങ് തൃപ്തിപ്പെട്ടവനായി മാറും. ഈ സങ്കടങ്ങളൊന്നും അങ്ങേക്ക് ഉണ്ടാകില്ല. ഈ പരിശുദ്ധമായ സത്യം പിടിക്കുന്ന ആയത്തുകള് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ കാതുകളിൽ ഓതിക്കൊടുക്കുമ്പോ ആഖിറത്തിൽ കിട്ടും നബിയെ. ദുനിയാവിലെ സങ്കടപ്പെടേണ്ട ആവശ്യമുള്ളെന്ന് പരിചയപ്പെടുത്തി ആഖിറത്തിൽ നിങ്ങൾ തൃപ്തി അടയുന്ന അടിമയായി മാറുമെന്ന് പരിചയപ്പെടുത്തിയപ്പോ അല്ലാഹുവിന്റെ ഹബീബ് മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മറുപടി പറഞ്ഞതാണ് ഉമ്മത്തെ നാം കേൾക്കേണ്ടത്. ആ മറുപടിയാണ് നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടത്. നബിയെ അങ്ങക്ക് തൃപ്തി ആഖിറത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നതായി ഇബ്നു മസ്ഊദ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പ്രമുഖ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെക്കുകയാ. ഈ ആയത്ത് റസൂലിന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോ റസൂല് പറയുന്നു, യാ റബ്ബി ലാ അല്ലാഹ് വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. അതേ റബ്ബേ, ഈ ദുനിയാവിൽ തരാത്ത പല കാര്യങ്ങളും ആഖിറത്തിൽ നീ നൽകുമ്പോ ഏറ്റവും വലിയ തൃപ്തിയുള്ള അടിമയായി ഞാൻ മാറുമെന്ന് പറഞ്ഞത് റെഡിയാ. പക്ഷേ ലാ അല്ലാഹ്, എനിക്കൊരിക്കലും തൃപ്തിയാവുകയില്ല. വവാഹിദും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട, എന്നെ സ്നേഹിച്ച, എന്നെ പരിഗണിച്ച, എന്നെ ജീവിതത്തിൽ കൊണ്ടുനടന്ന, എന്നെ അവരുടെ റൂഹാക്കി മാറ്റിയതായ മുഅ്മിനീങ്ങളായ എന്റെ ഉമ്മത്തിൽപ്പെട്ട വവാഹിദും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരുവൻ ഫിന്നാർ,
നരകത്തിലാണെങ്കിൽ റബ്ബേ എനിക്ക് തൃപ്തിയാവുകയില്ല എന്ന് യജമാനനായ റബ്ബിനോട് സ്നേഹത്തിന്റെ പ്രഖ്യാപനം നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, അല്ലാഹ് പറയാ ഈ ടെൻഷനൊക്കെ മാറി ആഖിറത്തിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ പറയാ, ഞാൻ സന്തോഷിക്കണമെങ്കിൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ നരകത്തിൽ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു ഫസ്റ്റ് ചാൻസ് സ്വർഗ്ഗത്തിൽ കിടക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഈ ഹബീബിനല്ലേ നമ്മളെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടത്. ഇങ്ങനത്തെ ഒരു നേതാവിനെ നമുക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? നമ്മളെ എവിടെയൊക്കെ രക്ഷപ്പെടുത്താൻ കഴിയുമോ അവിടെയൊക്കെയും നമ്മളോട് സ്നേഹം കാട്ടിയതാ. അതുകൊണ്ടല്ലേ നമ്മൾ പാടി പറയാറുള്ളത്, അൻത ഉമ്മുന അംആബൂൻ മറഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി പാടി ഹസ്ബി റബ്ബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് നബി അൻത ഉമ്മൻ, അങ്ങ് ഞങ്ങളുടെ ഉമ്മയാണോ? അമ്മോ അങ്ങ് ഞങ്ങളുടെ വാപ്പയാണോ? മാറഅയ്നാ ഫീഹിമാ, ആ വാപ്പയിലും ഉമ്മയിലും ഞങ്ങൾ കണ്ടിട്ടില്ല നബിയെ മിത്ല ഹുസ്നിക, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്നതായ ഈ സ്നേഹം പോലത്തെ സ്നേഹം, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന ഈ പരിതാപകരമായ ഈ അനുകമ്പയുടെ ബാലപാഠങ്ങള് ഞങ്ങളുടെ പിതാവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളുടെ മാതാവിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. യാ സയ്യിദി, ഞങ്ങളുടെ നേതാവേ, ഖൈറൻ നബി, നബിമാരിൽ ഉത്തമനായവരെ എന്ന് മൗലിദിന്റെ ഈരടികൾ നമ്മൾ പാടി പറയുന്നുണ്ടെങ്കിൽ ആ സ്നേഹമാണ് നമ്മളെ കാണിക്കേണ്ടത്. ഉപ്പ നമ്മളോട് കാണിക്കാത്ത, ഉമ്മ നമ്മളോട് കാണിക്കാത്ത അതിനേക്കാൾ വലിയ സ്നേഹം ഹബീബ് നിരന്തരം നമ്മളോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആഖിറ ലോകത്തിനും ദുനിയാവിലും നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രയത്നം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട് എങ്കിൽ ആ ഹബീബിനെ നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഹബീബാകണം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം. ആ ഹബീബില്ലാത്ത ജീവിതം നമുക്ക് വേണ്ട. ആ ഹബീബിനെ സ്നേഹിക്കാത്ത ജീവിതം നമുക്ക് വേണ്ട. ആ ഹബീബിനെ പിൻപറ്റാത്ത ജീവിതം നമുക്ക് വേണ്ട. ഹബീബാകണേ നമ്മുടെ സ്നേഹം, ഹബീബാകണേ നമ്മുടെ വികാരം, ഹബീബാകണേ നമ്മുടെ ജീവിതം. ഹബീബില്ലെങ്കിൽ നാമില്ല, ഹബീബില്ലെങ്കിൽ രക്ഷയില്ല, ഹബീബില്ലെങ്കിൽ സ്വർഗപ്രവേശനമില്ല, ഹബീബില്ലെങ്കിൽ ദുനിയാവിലുള്ള നേട്ടങ്ങളില്ല. അല്ലാഹുവേ, പാപികളാണ് റബ്ബേ, ദോഷികളാണ് റബ്ബേ. ഹബീബിനോട് കൂടെയുള്ള ജിവാരിലായിക്കൊണ്ടുള്ള സ്വർഗം നൽകണേ അല്ലാഹ്. അതിനെ ഹബീബിനെ സ്നേഹിക്കണോ, ഹബീബിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ. മഹാന്മാരായ കവികൾ ഓർമ്മപ്പെടുത്തി തരികയാണ്, ലാ യസ്അലന്നക ഖായിലൻ ബഅദൻ നബിയ്യി മുഹമ്മദി വല്ലാഹി മാ സദഖ ഇംറഉ ഫിൽ വഅദി മിത്ല മുഹമ്മദി ലാ ഇലാഹ نفع النبي محمد إن لم تكن لمحمد تبعه فقل للأرض لم أرشدي لا إله إلا الله محمد رسول الله. ഓർമ്മപ്പെടുത്തി തരികയാണ്, ലാ യസ്അലന്നക ഖായിലുൻ, ഒരാളും നിന്നെ ജോലിയാക്കാൻ പാടില്ല. ബഅദൻ നബിയ്യി മുഹമ്മദി, ആ
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് മാത്രം നീ കേൾക്കണോ? നിന്റെ ജോലി മുഴുവനും ഹബീബിന്റെ വാക്കുകളിലൂടെയാകണോ? ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു സ്ഥാനമാനങ്ങൾ കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ഏത് സ്വേച്ഛാധിപതിയായ മനുഷ്യൻ പറഞ്ഞാലോ അവന്റെ പിന്നാലെ പോകാതെ ഹബീബിന്റെ വാക്കുകൾ മാത്രം കേൾക്കണേ. വല്ലാഹി മാ സദഖ ഇംറുൻ ഫിൽ വഅദി മിത്ല മുഹമ്മദി. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനത്തിൽ സത്യസന്ധത പാലിച്ചതുപോലെ സ്വർഗം നന്മകൾ ചെയ്യുകയാണെങ്കിൽ നൽകാമെന്നോ, എന്നെ ധിക്കരിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലെങ്കിൽ, എന്നെ അനുകരിക്കുന്നില്ലെങ്കിൽ, എന്റെ കൽപ്പനകൾക്ക് വിരോധനകളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ലഹരിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, പാൻപരാഗാണ് നിങ്ങളുടെ നാവിനുള്ളിലെങ്കിൽ, എംഡിഎങ്ങാണ് നിങ്ങളുടെ സൗന്ദര്യമെങ്കിൽ, പെണ്ണാണ് നിങ്ങളുടെ ആഗ്രഹമുണ്ട്, അന്യ പെണ്ണുങ്ങളുള്ള ചാറ്റിങ്ങും മെസ്സേജിങ്ങുമാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് വല്ലാഹി മാ സദഖ ഇംറുൻ ഫിൽ വഅദി മിത്ല മുഹമ്മദി. ആ മുഹമ്മദ് നബി വാഗ്ദാനം ചെയ്ത നരകത്തിലാണ് നിങ്ങൾക്ക് പ്രവേശനമുള്ളത്. നബി വാഗ്ദാനം ചെയ്തതുപോലെ സത്യസന്ധമായ രീതിയിൽ ഒരുവനും ഇന്നവരെ വാഗ്ദാനം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയത് പോലെയല്ല. വലാ നഫഅൻ നഫഅൻ നബി മുഹമ്മദി. അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് ഉപകാരം ചെയ്തു തന്നതുപോലെ ഒരു മനുഷ്യനും ലോകത്ത് നമുക്ക് ഉപകാരം ചെയ്തു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇല്ലം തകുൻ ലി മുഹമ്മദി തബഅൻ ഫഖുല്ലം അർശുദി. പിന്തുടർന്നിട്ടില്ല എങ്കിൽ നീ നേർവഴി കിട്ടിയിട്ടില്ല, എനിക്ക് ഈമാനില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ഉറപ്പിച്ചോ. ആ ഫിഅലും നമ്മളെ പ്രവർത്തനങ്ങൾ വാക്കുകളൊക്കെ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടതല്ല എങ്കിൽ എനിക്ക് ഈമാനില്ലാതെ നീ പറഞ്ഞോ, നബി സ്നേഹമില്ലാതെ നീ പറഞ്ഞോ, ഇനി പൊക്കി എനിക്ക് ആത്മാർത്ഥമായി റസൂലുള്ളാഹിനോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പൊ പൊക്കില്ലേ? ഇന്ന് വരെ ജീവിതത്തിൽ നുണ പറഞ്ഞിട്ടില്ലല്ലോ, ഇന്ന് വരെ ജീവിതത്തിൽ ഇബദ് പറഞ്ഞിട്ടില്ലല്ലോ, ഇന്ന് വരെ ജീവിതത്തിൽ കളവ് കാട്ടിയിട്ടില്ലല്ലോ, ഇന്ന് വരെ ഭാര്യനോട് ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ, ഇന്ന് വരെ ഭർത്താവിനെ അടിച്ചിട്ടില്ലല്ലോ, ഇന്ന് വരെ കുടുംബത്തെ തിരിച്ചിട്ടില്ലല്ലോ, ഇന്ന് വരെ അയൽവാസിനോട് പണങ്ങിയിട്ടില്ലല്ലോ, ഇന്ന് വരെ ഒരാളെ കുറിച്ച് വേണ്ടാത്ത മനസ്സിൽ തോന്നിയിട്ടില്ലല്ലോ, ഇന്ന് വരെ ഒരാളെയും വഴി നമ്മൾ മുടക്കിയിട്ടില്ലല്ലോ, ഇന്ന് വരെ ഒരു സിഗരറ്റ് പോലത്തെ ഒരു നാമ്പ് പോലും നമ്മൾ ചുണ്ടുകൊണ്ട് രുചിച്ചു നോക്കിയിട്ടില്ലല്ലോ, ഇന്ന് വരെ ഹറാമല്ലാത്തൊരു പാനി നമ്മൾ കുടിച്ചിട്ടില്ല. കയ്യവിടെ കണ്ടോ 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 അമ്മമാര് രക്ഷപ്പെട്ട അകത്തായതുകൊണ്ട് ഞാൻ കാണിക്കില്ല. എവിടെ നമ്മളെ സ്നേഹം? എവിടെ നമ്മളെ സ്നേഹം? ആ സ്നേഹം നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സമയം കഴിഞ്ഞു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബിനെ കുറിച്ച് പറഞ്ഞാൽ തീരൂല. വലിയ വിശാലമായ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു ദിവസം നമുക്ക് ചർച്ച ചെയ്യാം.